നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കണ്ടിട്ട് ഒരു 2-3 ദിവസമായി കാണും അല്ലേ? ചില തിരക്കുകൾ കാരണമായിരുന്നു ക്ലാസ് ഇടാൻ പറ്റാതിരുന്നേ. അപ്പോൾ ഇന്നും കൂടെ ക്ലാസ് ഇടാതിരുന്നാൽ ശരിയാകത്തില്ല എന്ന് തോന്നി. കാരണം ശ്രീനാരായണ ഗുരു ജയന്തിയുടെ അന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ? ഇന്ന് അതുപോലെ നമുക്ക് വീണ്ടും ഒരു സ്പെഷ്യൽ ഡേ അല്ലേ? ആരുടെ? അയ്യങ്കാളിയുടെ ജന്മദിനമാണ്, അതായത് അയ്യങ്കാളി ജയന്തിയാണെന്ന്. അപ്പോൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ക്ലാസ് എടുക്കാമെന്ന്. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയം ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ടിലെ ശബ്ദങ്ങളൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. വേറൊന്നുമല്ല, പ്രകൃതിക്ക് മനോഹാരിത നൽകുന്ന നമ്മുടെ പക്ഷികളുടെയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളുടെയൊക്കെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പം എത്ര തന്നെ നമ്മൾ ശബ്ദം കുറയ്ക്കാൻ നോക്കിയാലും കിളികളായാലും കാക്കയായാലും അതിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചല്ലേ പറ്റൂ, നമ്മൾ സംസാരിക്കുന്ന കണക്ക്. അപ്പോൾ അവയ്ക്കും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അഥവാ ആ ശബ്ദമൊക്കെ കേൾക്കുകയാണെങ്കിൽ അതും കൂടെ എന്ത് ചെയ്തോ, നിങ്ങൾ ആസ്വദിച്ചോളൂ കേട്ടോ. കാരണം പ്രകൃതിയെ ആസ്വദിക്കുന്ന മനുഷ്യനല്ലേ മനുഷ്യനാകത്തുള്ളൂ, അല്ലേടാ? ആണ്. അപ്പോൾ നമുക്കിന്ന് കൂടുതൽ ബോറടിപ്പിക്കാതെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പേ അയ്യങ്കാളി ജയന്തി എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ജയന്തി എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ജനിച്ച ദിവസം ജന്മദിനമാണല്ലേ. അപ്പോൾ അയ്യങ്കാളി ആരാണെന്ന് 2 സെന്റൻസ് പറഞ്ഞിട്ട് ക്ലാസ്സിലോട്ട് പോവാം. അയ്യങ്കാളി ജയന്തിയാണെന്നല്ലേ. അതായത് അയ്യങ്കാളി എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ പ്രശസ്തനായ ഒരു നവോത്ഥാന നായകനാണ് കേട്ടോ. അതായത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, ഇന്ത്യയിലെ തന്നെ പ്രധാനിയായ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ പ്രധാനിയായ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനും അല്ലെങ്കിൽ വിപ്ലവകാരിയൊക്കെ ആയിരുന്നു ആര്? നമ്മുടെ അയ്യങ്കാളി എന്ന് പറയുന്നത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും ജാതീയമായ അസമത്വങ്ങളെയും തുടച്ചു നീക്കാനായി അഹോരാത്രം പോരാടിക്കൊണ്ട് ദളിത് വിഭാഗത്തിനൊക്കെ മോചനം നേടിക്കൊടുത്ത പ്രശസ്തനായ ആര്? സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. നിങ്ങൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അതായത് സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും ജാതീയമായ അനാചാരങ്ങളെയും അസമത്വങ്ങളെയും എല്ലാം തച്ചുടച്ചുകൊണ്ട് പോരാടി ദളിത് വിഭാഗത്തിന് വേണ്ടി എന്ത് ചെയ്തു? മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന വ്യക്തി. കൂടുതൽ ദീർഘിപ്പിക്കാതെ നമുക്ക് നമ്മുടെ മലയാളം ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾ എഴുതി ശീലിച്ചു വന്ന ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഡയറി കുറിപ്പ്. പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു വരുന്നതും കണ്ടുവരുന്നതുമായ ഒരു കാര്യമാണ് ഡയറി കുറിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ നടത്തിയ ഒരു യാത്ര ചെയ്ത ദിവസം എഴുതാനിടയുള്ള ഡയറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാഠഭാഗം പഠിച്ചതിൻ്റെ ഫലമായി അന്ന് രാത്രി എഴുതാനിടയുള്ള ഡയറിയോ അല്ലെങ്കിൽ പാഠഭാഗത്തിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ മുൻനിർത്തി അന്ന് രാത്രി എഴുതാനുള്ള ഡയറിയോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാനായി ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ ഡയറി നമ്മൾ സിമ്പിളായിട്ട് ഒരു ദിവസത്തെ വിവരങ്ങളെല്ലാം എഴുതും. പക്ഷെ എങ്ങനെ എഴുതണം എന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡയറി എന്താണെന്ന് നോക്കാം. ദൈനംദിന ജീവിത അനുഭവങ്ങൾ, സംഭവങ്ങൾ, ചിന്തകൾ എന്നിവ അന്നന്ന് എഴുതി രേഖപ്പെടുത്തുന്നതാണ് ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്നത്. എന്താണ് ഡയറി കുറിപ്പ് എന്ന് പറയുന്നത്? ദൈനംദിന ജീവിതത്തിലെ അനുഭവങ്ങൾ, സംഭവങ്ങൾ, ചിന്തകൾ എന്നിവ അന്നന്ന് എഴുതി രേഖപ്പെടുത്തുന്നതാണ് ഡയറി കുറിപ്പ്. എന്താണ്? ഒരിക്കൽ കൂടെ പറയാൻ ശ്രദ്ധിക്കുക. ദൈനംദിന ജീവിതത്തിലെ അനുഭവങ്ങൾ, സംഭവങ്ങൾ, പിന്നെ ചിന്തകൾ എന്നിവ അന്നന്ന് എഴുതി തയ്യാറാക്കി രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഡയറി എന്ന് പറയുന്നത്. ഡയറി നമ്മൾ എപ്പോഴാണ് എഴുതാറുള്ളത്? രാത്രി അല്ലേ? കിടക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡയറി എഴുതാറുണ്ട്. ഈ ഡയറി നിങ്ങൾ എഴുതാറുണ്ടോ? എഴുതണം കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? ഡയറി എഴുതുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം പിൽക്കാലത്ത് നമുക്ക് എടുത്ത് വായിക്കുമ്പോൾ വളരെ രസകരമായി തോന്നും. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറി കുറിപ്പ് അല്ലെങ്കിൽ ഡയറി എന്ന് പറയുന്ന ആ ഒരു ബുക്ക് നമ്മുടെ ജീവിതത്തിലൊരു ആത്മകഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഞാൻ എൻ്റെ കഥ സ്വന്തമായിട്ട് എഴുതുന്നതിന് എന്ത് പറയും? നമ്മൾ സ്വന്തമായി നമ്മുടെ കഥ എഴുതുന്നത് ആത്മകഥയാണ് അല്ലേ. അപ്പോൾ ഈ ഡയറിയിൽ നമ്മൾ എഴുതുന്നത് ഓരോ ദിവസവും നമ്മൾ നടന്നു പോയ വഴികൾ, നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലയോ എഴുതി വെക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ആത്മകഥയുടെ ഭാഗം തന്നെയാണ് ഈ ഡയറി എന്ന് പറയുന്നത്.
അപ്പോൾ ഡയറി എഴുതി തുടങ്ങിയിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക മക്കളെ? ഡയറി വേഗം തന്നെ എഴുതി തുടങ്ങുക. അതായത് എന്താണ് ഡയറി? ദൈനംദിന ജീവിതത്തിലെ അനുഭവങ്ങൾ, സംഭവങ്ങൾ, ചിന്തകൾ എന്നിവ അന്നന്ന് എഴുതി രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെക്കുന്നതാണ് ഡയറി. ഇത് നമുക്കൊരു ആത്മകഥയുടെ ഭാഗമാണെന്ന് തന്നെ പറയാം അല്ലേ? അന്നുള്ള വിശേഷം ആയതുകൊണ്ട് തന്നെ ആത്മകഥയുടെ ഭാഗമാണെന്ന് പറയാം. പിന്നെ മാതാപിതാക്കളാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, മക്കളോട് എന്ത് പറയുക? ഡയറി തീർച്ചയായിട്ടും എഴുതണമെന്ന് പറയുക. കാരണം അവരുടെ മനസ്സിലെ ചിന്തകളാകട്ടെ, അവർ ഓരോ ദിവസവും നേരിടുന്ന അനുഭവങ്ങളാകട്ടെ എല്ലാം അവർ ഈ ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കും. പിന്നെ അവരുടെ ആഗ്രഹങ്ങളും എന്ത് ചെയ്യും? അവരെഴുതിപ്പിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളുടെ മനസ്സിലുള്ള വികാരങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ്, എൻ്റെ കുഞ്ഞ് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ ഡയറി സഹായിക്കും. മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നേ. തൻ്റെ കുഞ്ഞ് എപ്രകാരം വളർന്നു പോകുന്നു അല്ലെങ്കിൽ അവൻ്റെ ചിന്ത എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പാരൻസിന്, എല്ലാ രക്ഷകർത്താക്കൾക്കും പറ്റിയൊരു മാർഗം, അമ്മമാർക്ക് മക്കളെ സ്വാഭാവികമായിട്ടും അറിയാം അല്ലേ? അവരുടെ മുഖം വാടിയാൽ തന്നെ അറിയും. എങ്കിലും അവരുടെ ചില ചിന്തകൾ, അവർ പറയാത്ത കാര്യങ്ങളൊക്കെ എന്തിലെഴുതാൻ സാധ്യതയുണ്ട്? ഡയറി കുറിപ്പിൽ എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമ്മമാർ മക്കളെ എന്ത് ചെയ്യുക? ഡയറി എഴുതാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. വേറൊന്നും വേണ്ട. ആദ്യത്തെ ദിവസം പറയുക, മോനെ അല്ലെങ്കിൽ മോളെ എന്ത് ചെയ്യുക? നീ ഡയറി എഴുതി നോക്ക്. നീ ഇന്ന് പകല് നടന്ന കാര്യങ്ങൾ എഴുതി നോക്ക്. അപ്പോൾ എഴുതും. അവൻ അല്ലെങ്കിൽ അവൾ എഴുതുന്ന രാവിലെ എണീറ്റു, പല്ല് തേച്ചു അല്ലേ, ബാത്റൂമിൽ പോയി കുളിച്ചു, എല്ലാം എഴുതും. എഴുതിയിട്ട് സ്കൂളിൽ പോയി പഠിച്ചു, തിരിച്ചു വന്നു എന്നൊക്കെ എഴുതും, കളിച്ചു എന്നൊക്കെ. ഇതൊക്കെ സിമ്പിളായിട്ട് എഴുതും. പിന്നീട് എന്ത് ചെയ്യുക? അവരോട് ഇത്തിരി കൂടെ വിപുലീകരിച്ച് എഴുതാൻ പറയുക. രാവിലെ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു, സ്കൂളിൽ പോയപ്പോൾ എന്തൊക്കെ പഠിപ്പിച്ചു, അതിലിഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് പകലുള്ളത് എഴുതാൻ പറയുക. പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ വൈകുന്നേരം വന്നതിന് ശേഷം എന്ത് ചെയ്തു, എന്തൊക്കെ അനുഭവങ്ങളാണ് നേരിട്ടത്, അതിൽ നിന്ന് എന്ത് മനസ്സിലായി, സന്തോഷമാണോ സങ്കടമാണോ ദുഃഖമാണോ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക? പിന്നീട് വരുന്ന ദിവസങ്ങളിൽ എഴുതാനായിട്ട് പറയാം. മക്കൾ ഡയറി എഴുതുന്നതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആരാ? മാതാപിതാക്കൾ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഓർക്കുക, അവർക്ക് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഓർത്തു വെക്കാനുള്ള എല്ലാ സംഭവങ്ങളും എന്തിലുണ്ടാവും? ഡയറിയിലുണ്ടാവും. അപ്പോൾ കുട്ടികൾ സ്വയം അവരുടെ ചിന്തകളും വികാരങ്ങളും എല്ലാം പ്രകടിപ്പിക്കുന്നതാണ് ഈ ഡയറി കുറിപ്പിൽ അല്ലേ? അപ്പൊ അമ്മമാർക്ക് അല്ലെങ്കിൽ പാരൻസിന് കുഞ്ഞിനെ കൂടുതൽ എല്ലാം മനസ്സിലാവും. എങ്കിലും അവന്റെ ചിന്തകൾ എന്താണ്, അവന്റെ ആശയങ്ങൾ എന്താണെന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഡയറി കുറിപ്പ് എഴുതുന്നത് വഴി അത് സാധ്യമാവും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാ പാരൻസും മക്കളെ നിർബന്ധിക്കുക, കുഞ്ഞു സെന്റൻസ് ആയിട്ട് അവർ എഴുതി തുടങ്ങട്ടെ. പിന്നീട് എന്ത് ചെയ്യും? അവർ വിപുലീകരിച്ച് അവർ തന്നെ സ്വയം അവരുടെ ആശയങ്ങളെല്ലാം എഴുതി, അവരുടെ ആഗ്രഹങ്ങളെല്ലാം എഴുതി, ഓരോ സംഭവങ്ങൾ എഴുതി അവർ വിപുലീകരിച്ച് എഴുതാനായിട്ട് പഠിക്കും. ഈ ഡയറി എഴുതുന്നത് വഴി ഒരു പ്രയോജനം എന്ന് പറയുന്നത് അവരുടെ എഴുത്ത്, കൈയക്ഷരം വളരെ മികച്ചതായി മാറും. എന്ത് ചെയ്യും? കൈയക്ഷരം മികച്ചതായി മാറും. പിന്നെ എഴുത്തിന്റെ ശൈലി മാറാൻ തുടങ്ങും. അതായത് എഴുതി വരുമ്പോഴത്തേക്കും ശൈലി മാറാൻ തുടങ്ങും. വളരെ ഭംഗിയായിട്ട് ആകർഷകമായി എഴുതണമെന്നൊക്കെ അവർക്ക് തോന്നും. പിന്നെ കുറേ അധികം പുസ്തകങ്ങൾ വായിക്കാനും അല്ലെങ്കിൽ പ്രകൃതിയെ നിരീക്ഷിക്കാനും ശബ്ദങ്ങൾ നിരീക്ഷിക്കാനൊക്കെ തുടങ്ങും. അതായത് എനിക്കിന്ന് ഡയറി എഴുതണം, ഡയറി എഴുതുമ്പോൾ ഇന്ന് കണ്ട കാഴ്ചയെല്ലാം എഴുതണം എന്നുള്ളൊരു ചിന്ത കുഞ്ഞിൻ്റെ മനസ്സിൽ വരുമ്പോൾ അവൻ്റെ ആ ഒരു പാഠവും കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങും? വലുതാവാൻ തുടങ്ങും. അപ്പോൾ എല്ലാ പാരൻസിൻ്റെ അടുത്തുള്ള ഒരു അപേക്ഷയായിട്ട് കണക്കാക്കുക, മക്കളെ കൊണ്ട് എന്ത് ചെയ്യിക്കുക? ഡയറി 2ാം ക്ലാസ് മുതലേ എഴുതി തുടങ്ങുക. അവർ കുഞ്ഞു സെന്റൻസുകൾ എഴുതട്ടെ, കളിയാക്കാൻ നിൽക്കാതെ എന്ത് ചെയ്യുക? അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി ഡയറി എഴുതേണ്ട മെത്തേഡ് നിങ്ങൾക്ക് അറിയാലോ, രീതി. ഡയറി ശ്രദ്ധിച്ചോളൂ. ഡയറി എന്ന ഡേറ്റ് 25/8/2024 ഞായറാഴ്ച അല്ലേ? കഴിഞ്ഞ ഞായർ. നോക്കിക്കോ, അവധി ദിവസമായതുകൊണ്ട് തന്നെ വൈകിയാണ് എഴുന്നേറ്റത്. എണീറ്റ ശേഷം നേരെ അടുക്കള ഭാഗത്തേക്കാണ് പോയത്. അവിടെ കാക്കയും കോഴിയും എല്ലാവരും സ്ഥിരം ജോലിയിലാണ്. അവരെ കണ്ടപ്പോഴാണ് ഞാൻ എത്രത്തോളം മടി കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. പിന്നീട് നേരെ ചെന്ന് പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്ത് പ്രഭാത ഭക്ഷണത്തിനായി ചെന്നു. നല്ല വെളുത്ത പഞ്ഞി പോലുള്ള ഇഡ്ഡലിയും ചൂട് സാമ്പാറുമായിരുന്നു കഴിച്ചത്. കുറച്ചു നേരം അമ്മയോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അച്ഛനോടൊപ്പം ടിവിയും കണ്ടിരുന്നു. അപ്പോഴേക്കും കളിക്കാൻ കൂട്ടുകാർ എത്തിയിരുന്നു. ഇന്ന് ക്രിക്കറ്റ് ആയിരുന്നു കളിച്ചത്. എൻ്റെ ടീമായിരുന്നു ആദ്യ ബാറ്റിംഗ്. എൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങ് അടിച്ചു നിരത്തി 2 4ഉം 3 6ഉം. ഹോ,
കൂട്ടുകാരുടെ മുന്നിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആകാൻ കഴിഞ്ഞ ഒരു അഭിമാനം. എൻ്റെ ഓരോ പന്തും റോക്കറ്റ് വേഗത്തിലായിരുന്നുവെന്ന് അദ്വൈത് പറഞ്ഞു. കളി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നല്ല ചിക്കൻ കാല് വെച്ച് ചോറ് കഴിച്ച ശേഷം നന്നായി ഒന്ന് ഉറങ്ങി. ചായ കുടിക്കാൻ സമയത്ത് എണീറ്റു. അച്ഛൻ ഞങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോയി. ആവേശം സിനിമ വളരെ ആവേശത്തോടെ കണ്ട് രാത്രി ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിച്ച ശേഷം വീട്ടിലേക്ക് എത്തി. നാളെയും അവധിയാണ്. അതുകൊണ്ട് തന്നെ ഹോംവർക്കുകൾ ചെയ്യാൻ നാളെ ഇരിക്കാമെന്ന് കരുതി. എങ്കിലും പുസ്തകം എടുത്ത് അല്പനേരം വായിച്ചു. നോക്കിക്കേടാ, രാവിലെ എഴുന്നേറ്റ കാര്യം കൊടുത്തിട്ടുണ്ടല്ലേ. അതിനുശേഷം എന്ത് കൊടുത്തു? അടുക്കളയിലോട്ട് പോയപ്പോൾ കണ്ട കാഴ്ച എന്താ? കാക്കയുണ്ട്, കോഴിയുണ്ട്. അതായത് അവരൊക്കെ സ്ഥിരം ജോലി ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ആ സമയത്തിന് ആഹാരം അല്ലേ, ഭക്ഷണം കഴിക്കാൻ അവർ തന്നെ സ്വയം ജോലി ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ എത്രത്തോളം മണ്ടരാണ് അല്ലെങ്കിൽ മടിയന്മാരാണെന്ന് മനസ്സിലായതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പ്രഭാത കൃത്യങ്ങൾ അറിയാമല്ലോ, പല്ല് തേക്കുക, കുളിക്കുക, ടോയ്ലറ്റിൽ പോവുക, ഇതെല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? ഭക്ഷണത്തിനായി ചെന്നിരുന്നു. ഇഡ്ഡലി എങ്ങനെയാണ്? നല്ല വെളുത്ത പഞ്ഞി പോലുള്ള ഇഡ്ഡലി എന്ന് പറയുമ്പോഴേ നമ്മുടെ കണ്ണിലും മനസ്സിലും അറിയാൻ പറ്റും അല്ലേ എങ്ങനെയാണെന്ന്. പിന്നെ എന്ത് ചെയ്തു? അമ്മയോടും അച്ഛനോടൊപ്പം വർത്തമാനം പറഞ്ഞിരുന്നതും ക്രിക്കറ്റ് കളിക്കാൻ പോയതും കളിക്കാൻ പോയപ്പോൾ എന്താ കളിച്ചതെന്നും പിന്നെ നമ്മുടെ പന്ത് എങ്ങനെ പോകുന്നു, റോക്കറ്റ് വേഗം എന്ന് പറയുമ്പോഴേ നമുക്കറിയാൻ പറ്റുമല്ലേ, അത്രത്തോളം ഉയരത്തിൽ നല്ല സ്പീഡിൽ പോയിട്ടുണ്ടാവും എന്നൊക്കെ നമുക്കിതിന്ന് മനസ്സിലാവും. അപ്പം എന്താ, ഈ ഡയറി എഴുതിയപ്പോൾ ഒരു ദിവസത്തെ കാര്യം ചുരുക്കി, എന്നാൽ വളരെ മനസ്സിലാകുന്ന രീതിയിലാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എങ്ങനെ ഡയറി എഴുതേണ്ടതെന്ന് കണ്ടു അല്ലേ. അതിൽ ചില വാക്കുകൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ വെളുത്ത പൂ പോലുള്ള ഇഡലി, അല്ലെങ്കിൽ റോക്കറ്റ് വേഗത്തിൽ പറന്നു അല്ലേ, ബോൾ, അതൊക്കെ നമ്മുടെ കണ്ണിൽ കാണുന്നുണ്ട്. അതാണ് പറയുന്നത് ജീവസുറ്റ വാക്കുകൾ. അതായത് വായിക്കുന്ന വായനക്കാരന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു, ഇങ്ങനെ കണ്ടു, അറിഞ്ഞു എന്ന് അവന് മനസ്സിലാകണം. അത്രയേ ഉള്ളൂ. അപ്പം ഡയറി എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ദിവസവും തീയതിയും വെക്കുക. അന്ന് രാവിലെ മുതൽ രാത്രി തൊട്ട് കിടക്കുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കാർട്ടൂൺ ചിത്രങ്ങൾ വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിന്തകൾ എഴുതി ചേർക്കാം. അതായത് എന്താ, ചിന്തകൾ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റത്തില്ലേ? ഞാനിങ്ങനെ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിന്തകൾ എഴുതി ചേർക്കാം. കാർട്ടൂൺ ചിത്രങ്ങളോ അല്ലാത്ത ചിത്രങ്ങളോ വരച്ച് വെക്കാം. ഇഷ്ടപ്പെട്ട വരികൾ, കവിതയുടെ വരികൾ ഉണ്ടെങ്കിൽ അത് ഈ ഡയറിയിൽ എഴുതി വെക്കാം. അതായത് നമ്മളെ ചിന്തകൾ എപ്പോഴൊക്കെ എങ്ങനെയാണ് മാറുന്നതെന്ന് അറിയില്ല. അതിനനുസരിച്ച് ചിലപ്പോൾ പാട്ട് പാടാൻ തോന്നുമെങ്കിൽ പാട്ടിൻ്റെ 2 വരി എഴുതാം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എഴുതി തയ്യാറാക്കാൻ പറ്റുന്നതാണ് എന്ത് മക്കളെ, ഡയറി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും ഡയറി സ്ഥിരമായിട്ട് എഴുതാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ 10ലൊക്കെ എത്തുമ്പോൾ ഒരു ഡയറി എഴുതാൻ കേട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നല്ല മാർക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കാണുക, പഠിച്ചു തുടങ്ങുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം എന്ത് ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.